ഹായ് എവരിവൺ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും എങ്ങനെ ബിസിനസ് സൈക്കിളിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്താണെന്നാണ്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ മോഡൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഷോർട്ട് റൺ അനാലിസിസിലാണ്. The aggregate demand and aggregate supply model used to explain short-run economic fluctuation and business cycles. The business cycle consists of period of expansion, that is growth, and contraction, recession in economic activity. The theory explains these cycles through shift in aggregate demand and aggregate supply. So aggregate demand is the total demand for goods and services in an economy at a given price level and time. Aggregate demand എന്നത് കൺസപ്ഷൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെയും നെറ്റ് എക്സ്പോർട്ടിൻ്റെയും എല്ലാം ഒരു സമ്മാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈ രണ്ട് തരത്തിലാണുള്ളത്, ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈയും ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈയും. പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സും തമ്മിലുള്ള റിലേഷനാണ് ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈയിൽ കാണിക്കുന്നത്. സോ ഇവിടെ പ്രൈസ് കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് കാണാൻ സാധിക്കുക. ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ എന്നത് ലോങ് റണ്ണിൽ ഔട്ട്പുട്ടും പ്രൈസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു. സോ ഇത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിൽ പ്രവർത്തിക്കുന്നു. സോ ഇവിടെ ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വെർട്ടിക്കലാണ്. ഇനി നമുക്ക് ബിസിനസ് സൈക്കിള് അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് മോഡലും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ഇൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂമിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. ഇൻ പീക്ക് ലെവൽ അത് ഏറ്റവും ഒരു ഹയസ്റ്റ് പോയിന്റിൽ ആ ഒരു ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് മാക്സിമം ആവുന്നു. റെസിഷൻ സ്റ്റേജിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. ട്രഫ് പോയിന്റിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ പോയിന്റിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരിക്കും. സോ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്തിട്ടാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈയും എക്സ്പാൻഷൻ സ്റ്റേജിൽ കൂടുന്നു. പീക്ക് പോയിന്റിൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്നത് മാക്സിമൈസിലെത്തുന്നു. റെസിഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കുറയുന്നു, അത് ഫ്ലാറ്റ് ആവുന്നു. ഒന്നെങ്കിൽ അത് കുറയുന്നു അല്ലെങ്കിൽ അത് ഫ്ലാറ്റ് ആവുന്നു. ട്രഫ് സ്റ്റേജിൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്നത് ഏറ്റവും കുറവായിരിക്കും. റിക്കവറി സ്റ്റേജിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ അഗ്രിഗേറ്റ് സപ്ലൈയും കൂടുന്നു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും എങ്ങനെ ബിസിനസ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.